ഇന്ത്യ 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നു എന്നുള്ളതാണ് വാർത്ത വരുന്നത്. വലിയ സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പായിരിക്കും അങ്ങനെ ഒരു വലിയ നേട്ടത്തിലേക്ക് ഇന്ത്യ എത്തിക്കഴിഞ്ഞാൽ. എന്തൊക്കെയായിരിക്കും ഈ 6ാം തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ 5ാം തലമുറ നമുക്കറിയാം, അതിൻ്റെ പല ഇപ്പോൾ സുഖോയി വിമാനങ്ങളുടെ 57 Su-57 ഒക്കെ 5ാം തലമുറയിൽപ്പെട്ടതാണ്. ഈ പറയുന്ന F-35 ഒക്കെ 5ാം തലമുറയിൽപ്പെട്ടതല്ലേ. അപ്പോൾ ഈ 6ാം തലമുറ യുദ്ധവിമാനം എന്ന് പറയുമ്പോൾ എന്തൊക്കെ സവിശേഷതകൾ ഇതിനകത്ത് വരും, പ്രത്യേക കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അതായത് നമ്മൾ ഒരു ബീജാവസ്ഥ എന്ന് പറയില്ലേ, അത് മാത്രമുണ്ട്. ഒരു പ്രാഥമിക ആലോചനകൾ മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. നിലവിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം AMCA എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ്, അതായത് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ്, അതായത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന പുതിയ തരം 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ, അതാണ് ഈ AMCA കൊണ്ട് ഉദ്ദേശിക്കുക. AMCA Mark 1 അതാണ് ഇന്ത്യ നിർമ്മിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ. ഇതിൻ്റെ നടപടികളാണ് നിലവിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ DRDOയുടെയും കീഴിൽ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അത് കർണാടകയിലുള്ള ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനം ഇതാണിപ്പോൾ നിലവിൽ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം. ഇതിനോടൊപ്പം തന്നെ 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ, അതായത് AMCA Mark 2 ഇതിനെക്കുറിച്ചുള്ള ആലോചനകളും തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇത് പ്രധാനമായും 3 കമ്പനികളുമായി സഹകരിച്ചാണ് ഇതിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് റോൾസ് റോയ്സ്, ബ്രിട്ടൻ സ്വദേശമായിട്ടുള്ള ഒരു വലിയൊരു കമ്പനിയാണ്. നമുക്ക് പരിചിതമായിട്ടുള്ളത് അവരുടെ കാറുകളാണെങ്കിൽ റോൾസ് റോയ്സ് എന്ന് പറയുന്ന വിമാന എഞ്ചിനുകൾ നിർമ്മിക്കുന്ന പ്രമുഖമായൊരു കമ്പനിയാണ്. ഇതുകൂടാതെ സാഫ്രൺ, അതൊരു ഫ്രഞ്ച് കമ്പനിയാണ്, അതും ഇതേപോലൊരു വിമാന എഞ്ചിനുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ്. പിന്നെ ഇന്ത്യ കാലാകാലങ്ങളായിട്ട് ഇന്ത്യയുമായി സഹകരണത്തിനുള്ള GE, അതൊരു അമേരിക്കൻ കമ്പനിയാണ്. അപ്പോൾ ഈ 3 പേരുമായിട്ടും സഹകരിച്ചുകൊണ്ടാണ് ഈ 6ാം തലമുറ യുദ്ധവിമാനങ്ങൾക്കായിട്ടുള്ള ശ്രമങ്ങൾ ഇന്ത്യ തുടങ്ങി വെക്കുന്നത്. പ്രധാനമായും അതിൻ്റെ സ്റ്റെൽത്ത് ടെക്നോളജി ആയിരിക്കും ഇതിൻ്റെ ഹൈലൈറ്റ്. അതായത് റഡാറുകളെ കൺവെട്ടിച്ച് അതിവേഗത്തിൽ കുതിച്ചു പായുക എന്നുള്ളത് തന്നെയാണ് ഈ 6ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ഹൈലൈറ്റ് ആയിട്ട് കണക്കാക്കുക. അപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചത് എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന റഫേൽ യുദ്ധവിമാനങ്ങളാണ്. റഫേൽ യുദ്ധവിമാനങ്ങളുടെ പരമാവധി വേഗത മണിക്കൂറിൽ 1912 കിലോമീറ്ററാണ്. എന്നാൽ ഇന്ത്യ പുതിയതായി നിർമ്മിക്കാൻ പോകുന്ന 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പരമാവധി വേഗത 2414 കിലോമീറ്റർ വരെ മണിക്കൂറിൽ. എന്നാൽ 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ വേഗതയുണ്ടാവും. അപ്പോൾ ഈ വേഗത യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ വളരെ നിർണായകമാണ്. കാരണം ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും തെന്നിമാറാനും അവരുടെ റഡാറുകളെ കബളിപ്പിച്ച് മുന്നേറാനും വേഗത ഈ യുദ്ധവിമാനങ്ങൾക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് പര്യാപ്തമായ വേഗതയുണ്ട്. അതിനെയും മറികടക്കുന്ന രീതിയിലുള്ള യുദ്ധവിമാനങ്ങളെക്കുറിച്ചാണ് ഇന്ത്യ ഇപ്പോൾ ആലോചിക്കുന്നത്. നിലവിൽ ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. നിലവിൽ നമ്മളതിനെ ഈ സ്വന്തമായി ഒരു എൻജിൻ നിർമ്മിച്ച് അത് ഉപയോഗിക്കണമെന്നായിരുന്നു ഇന്ത്യയുടെ പദ്ധതി. എന്നാൽ അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ പൂർണ്ണമായും GE എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുടെ എൻജിൻ GE 414 ഈ ഒരു എൻജിനാണ്, GE F414 എന്ന എൻജിനാണ് ഇപ്പോൾ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി ഇന്ത്യ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റിയാണ്. അതായത് ശത്രുക്കളുടെ റഡാറിൽ നിന്ന് തെന്നിമാറി, സ്റ്റെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഈ രഹസ്യ ഓപ്പറേഷൻസ് നടത്താൻ, അതായത് പതുങ്ങിപ്പോയി കൃത്യം നിർവഹിച്ച് മടങ്ങി വരിക എന്നുള്ള ആ ഒരു അർത്ഥമാണ് ഈ സ്റ്റെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധാനം സാധ്യമാകുന്ന വിമാനങ്ങളാണ് ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങളെന്ന് പറയുന്നത്. അതിൻ്റെ എൻജിൻ്റെ കപ്പാസിറ്റി 100 kN എന്ന് വെച്ചാൽ നോട്ട്സ് എന്നാണ്. 100 kN ആണ് ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്കായിട്ടുള്ളത്. എന്നാൽ 6ാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് വരുമ്പോൾ അത് 120 നോട്ട്സ് ആവും. അതിൻ്റെ പ്രത്യേകത, ഈ 100 നോട്ട്സ് ഉള്ള ഒരു വിമാന എഞ്ചിന് അതിൻ്റെ ത്രസ്റ്റ് 10,000 കിലോയാണ്. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ എടുത്തെറിയുക എന്നാണ് അർത്ഥം. അതായത് വിമാനങ്ങളെ മുന്നോട്ട് കുതിക്കാൻ പര്യാപ്തമായ ആ ശേഷി, ആ ശക്തി 10,000 കിലോയാണ്. ഒരു 100 നോട്ട്സ് ഉള്ള വിമാന എഞ്ചിൻ്റെ ത്രസ്റ്റ് 10,000 കിലോയാണെങ്കിൽ 120 നോട്ട്സ് വരുന്ന വിമാന എഞ്ചിന് അതിനേക്കാളും ഒരു 20% കൂടി അധികമാവും. അതുകൂടാതെ ഇതിൻ്റെ റേഞ്ച്,
അതായത് ഈ വിമാനത്തിന് കടന്നു ചെന്ന് ആക്രമിക്കാൻ പറ്റുന്ന ദൂരം എന്ന് പറയുന്നത് ഒരു 30%, അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്കാളും ഒരു 30% കൂടി അധികമുണ്ടാകും. അപ്പോൾ നിലവിൽ ഇന്ത്യ എന്തുകൊണ്ട് ഈ 6ാം തലമുറ യുദ്ധവിമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉത്തരം ലളിതമാണ്. കാരണം ചൈന അവരുടെ അതിർത്തികളിൽ 5ാം തലമുറ യുദ്ധവിമാനമായ J-20 അത് പലയിടങ്ങളിലായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഈ J-20 യുദ്ധവിമാനങ്ങൾ ചൈന പാകിസ്ഥാനും കൊടുക്കാമെന്ന് ധാരണയായിട്ടുണ്ട്. അടുത്ത വർഷത്തോടു കൂടി അതിൻ്റെ ഫസ്റ്റ് ബാച്ച് ചൈനയ്ക്ക് പാകിസ്ഥാന് ചൈനയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത്തരത്തിലൊരു സുരക്ഷാ ഭീഷണി ഇന്ത്യക്കുണ്ട്. ഇതുകൂടാതെ ഇപ്പോൾ ഇന്ത്യ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ സ്വന്തമായി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും അത് നിലവിൽ നമ്മുടെ വ്യോമസേനയ്ക്ക് ചില വിമാനങ്ങളുടെ പരിമിതികളുണ്ട്, ചില എണ്ണത്തിൽ കുറവുണ്ട്. കൂടാതെ ഇന്ത്യ ഇപ്പോൾ ഉപയോഗിക്കുന്ന റഫേൽ ആയാലും ശരി, സുഖോയ് ആയാലും ശരി, അത് 4.5 ജനറേഷൻ വിമാനങ്ങളാണ്. അതായത് 5ാം തലമുറയിലേക്ക് 5ാം തലമുറ യുദ്ധവിമാനങ്ങളായിട്ട് പൂർണ്ണമായി പരിഗണിക്കാനും പറ്റില്ല. എന്നാൽ 4ാം തലമുറയേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട വിമാനമാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ വ്യോമസേനയ്ക്ക് ഏതാണ്ട് 200 മുതൽ 300 വിമാനങ്ങളുടെ കുറവുണ്ട് എന്നാണ് മൊത്തത്തിലുള്ള കണക്ക്. ഒരു സ്ക്വാഡ്രോൺ, അതായത് ഒരു വിമാന വ്യൂഹം, അത് 40 മുതൽ 43 വരെ വേണമെന്നാണ് കണക്ക്. എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ അത് 30 എണ്ണമാണ്, 30 വിമാനങ്ങളാണ് ഉള്ളത്. പിന്നെ ഈ ഹെലികോപ്റ്ററുകൾ നിർണായകമാണ് ഈ ഘട്ടത്തിൽ. ഇന്ത്യ ഈ അമേരിക്കയിൽ നിന്നും അപ്പാഷെ ഹെലികോപ്റ്ററുകളുടെ ഒരു കരാറൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഏതാണ്ട് 15 മാസമായിട്ട് ഇന്ത്യക്ക് ആ ഹെലികോപ്റ്ററുകളും കിട്ടിയിട്ടില്ല. അതും ഇതേപോലെ സാങ്കേതിക കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. അതായത് വ്യോമസേനയെ സംബന്ധിച്ച് വിമാനങ്ങളുടെ എണ്ണം വളരെ പരിമിതമാണ്. കുറെ കൂടി മികച്ച ടെക്നോളജി നമുക്ക് കിട്ടാനുണ്ട്. നമ്മുടെ കയ്യിൽ വിമാനങ്ങളുടെ എണ്ണം കുറവായിരിക്കുമ്പോൾ തന്നെയും നമ്മുടെ കയ്യിലുള്ള ചില വിമാനങ്ങൾക്ക് കാലപ്പഴക്കത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ മിഗ്, മിറാഷ് പോലെയുള്ളതൊക്കെ ഇന്ത്യയെ കാലങ്ങളായി സേവിക്കുന്ന വിമാനങ്ങളാണ്. അതിന് കാലപ്പഴക്കം ഒരു പ്രശ്നമാണ്. ഒരു പക്ഷേ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനങ്ങൾ, ഏതാണ്ട് 83 യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് തേജസ് ഇനത്തിൽ കിട്ടാനുണ്ട്. പക്ഷേ അതിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നതേ ഉള്ളൂ. 2024 അത് വ്യോമസേനയ്ക്ക് കൈമാറേണ്ടതായിരുന്നു, ഇതുവരെ ആയിട്ടില്ല. ഒരു പക്ഷേ തേജസ് യുദ്ധവിമാനങ്ങൾ കൂടി എത്തുമ്പോൾ നമ്മുടെ വ്യോമസേന കുറേ കൂടി ശക്തമാകും. പക്ഷേ അതിനും നമ്മൾക്ക് കാത്തിരിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് നിലവിൽ നമ്മൾ എത്രയും വേഗം ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങളെക്കുറിച്ചും 6ാം തലമുറ യുദ്ധവിമാനങ്ങളെക്കുറിച്ചുള്ള ചർച്ച സജീവമാക്കി വെക്കുന്നത്. അതായത് 6ാം തലമുറ എന്ന് പറയുന്ന തോട്ടിലേക്ക് ഇന്ത്യ എത്തുമ്പോൾ അത് പ്രാവർത്തികമാകുക എന്ന് പറയുന്നത് കുറച്ചുകൂടി സമയമെടുക്കുന്ന ഒരു കാര്യം. അതെ, ഉറപ്പായിട്ട്. ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ പോലും നമ്മൾ നിർമ്മാണം തുടങ്ങിയെന്ന് പറയുമ്പോഴും 2036 അത് ഡെലിവർ ആവുകയുള്ളൂ. അപ്പോൾ 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ എന്ന് പറയുന്നത് അതിനേക്കാൾ വൈകും, അത് ഉറപ്പാണ്. പക്ഷേ നമ്മൾ ഇപ്പോഴും ഇതിൻ്റെ പ്ലാനിങ് തുടങ്ങിയില്ലെങ്കിൽ ഈ പറയുന്ന 5ാം തലമുറ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം, നിർമ്മിച്ചതിന് ശേഷം നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വളരെ വൈകി പോകും എന്നുള്ളത് കൊണ്ടാണ് പ്രീ പ്ലാൻഡ് ആയിട്ട് ഇതിൽ ഒരു പ്രത്യേകത എന്തെന്നാൽ ഈ വിമാനത്തിൻ്റെ ഫ്യൂസലേജ്, അതിൻ്റെ ബോഡി, അതിൽ കാര്യമായ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ കുറേ കൂടി പരിഷ്കൃത രൂപമായിരിക്കും 6ാം തലമുറ യുദ്ധവിമാനങ്ങൾക്കെന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഘടനാപരമായ വലിയ വ്യത്യാസം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണ പുരോഗതിക്ക് അനുസരിച്ച് തന്നെ നമുക്ക് 6ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പദ്ധതികളുമായി മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. ആ എൻജിൻ സംബന്ധിച്ചുള്ള ചില ടെക്നിക്കലായിട്ടുള്ള ചില മാറ്റങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ മാറ്റം ഉണ്ടാകാനില്ല. അതുകൊണ്ട് ഈ 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ആ ഒരു പൂർത്തീകരണത്തിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് 6ാം തലമുറ യുദ്ധവിമാനങ്ങളുമായിട്ടുള്ള ആ ഒരു പ്ലാനുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിച്ചേക്കും.